നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയോടെ അയ്യനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് സുഖദർശനവും പരിമിതമായെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. അത് തീർത്ഥാടന കാലത്തിന് മുൻപ് ഉറപ്പാക്കേണ്ടതാണ്. വൈകിയെങ്കിലും ചേർന്ന അവലോകന യോഗവും തീരുമാനങ്ങളും ഭക്തർക്ക് തുണയാകട്ടെ. മല കയറി 18ാം പടി ചവിട്ടിയെത്തുന്ന ഭക്തന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: അയ്യപ്പനെ ഒന്ന് കണ്ടു തൊഴണം. അതിനായി എന്ത് ത്യാഗവും സഹിക്കാൻ സ്വാമിമാർ തയ്യാറുമാണ്. ആ അയ്യപ്പന്മാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, ഇത്തിരി കുടിവെള്ളം, വിരിവെക്കാൻ ഒരിടം എന്നിവ ഉറപ്പാക്കാൻ അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് ദർശനം കിട്ടാതെ മടങ്ങേണ്ട ഗതികേട് ഇനി ഒരിക്കലും ഉണ്ടാകില്ല. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ഭക്തരുടെ ദർശനം സുഖകരമാക്കാൻ നടപടികളുമായി ദേവസ്വം ബോർഡ്. തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാൻ പ്രത്യേക കമ്മിറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാറിന്റെ മൊഴി നിർണായകം. അന്വേഷണ സംഘം തിങ്കളാഴ്ച എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് നിർണായക രേഖകൾ. നടൻ ജയറാം ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തള്ളിയത് 2261 നാമനിർദ്ദേശ പത്രികകൾ. മത്സര രംഗത്ത് 98,451 സ്ഥാനാർത്ഥികൾ. കണ്ണൂരിൽ 9 ഇടത് സ്ഥാനാർത്ഥികൾക്കും കാസർഗോഡ് ഒരു ലീഗ് സ്ഥാനാർത്ഥിക്കും എതിരില്ലാത്ത വിജയം. SIRന്റെ പുരോഗതി വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ പരാതി പ്രവാഹം. വിമർശനം ഉന്നയിച്ച BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. BLOമാർക്ക് പരിശീലനത്തിന്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് രത്തൻ ഖേൽക്കർ. മയക്കുമരുന്ന് ഭീകരബന്ധം തകർക്കാൻ ഒറ്റക്കെട്ടായി പൊരുതണമെന്ന് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൗത്യത്തിനായി പ്രത്യേക പദ്ധതി നിർദ്ദേശം. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. PV അൻവറിന്റെ സ്ഥാപനങ്ങളുടെ പേരിൽ കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടന്നുവെന്ന് ED. 4 വർഷം കൊണ്ട് ആസ്തി 14 കോടിയിൽ നിന്നും 64 കോടിയായി വളർന്നു. KFCയിൽ നിന്നെടുത്ത വായ്പകൾ വകമാറ്റിയെന്നും EDയുടെ കണ്ടെത്തൽ. നൈജീരിയയിൽ 300-ലധികം കുട്ടികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി അക്രമി സംഘം. ആക്രമണം സെന്റ് മേരീസ് സ്കൂളിൽ. ആക്രമണത്തെ അപലപിച്ച് നൈജർ സംസ്ഥാന സർക്കാർ. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാം സാലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചു. അപകടത്തിൽ വ്യോമസേന അന്വേഷണം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റിൽ ആദ്യ ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിൽ. കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പ്രശംസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് മംദാനി സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച് കോൺഗ്രസിനെതിരെ ശശി തരൂരിന്റെ ഒളിയമ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിലും രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുൻപോട്ട് പോകണമെന്ന് തരൂർ. സ്റ്റോറി ഓഫ് ദ ഡേ. ഐതിഹ്യ പെരുമയിൽ പറകൊട്ടിപ്പാട്ട്. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനായി ഇന്ന് പമ്പയിൽ അവലോകന യോഗം ചേർന്നു. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച ദേവസ്വം ബോർഡ്. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം പ്രത്യേക കമ്മിറ്റി നിയന്ത്രിക്കും. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്ന് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കും. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ലഭ്യമാക്കിയ സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ്
ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നത്. സ്പോട്ട് ബുക്കിംഗ് ഉയർത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റിക്ക് ദേവസ്വം ബോർഡ് രൂപം നൽകി. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്നാണ് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കുക. കൂടാതെ ശബരിമലയിലേക്ക് ദിവസവേതനക്കാരെ കൂടുതലായി നിയമിക്കുവാനും തീരുമാനിച്ചു. 400-ലധികം ദിവസവേതനക്കാരെ ഇനിയും ആവശ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. പമ്പ മുതൽ ശബരിമല വരെ പൂർത്തിയാകാത്ത മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രത്യേകമായി വിലയിരുത്തും. പമ്പ മുതൽ സന്നിധാനം വരെ എത്തി ഭക്തരുടെ സൗകര്യങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് മന്ത്രി VN വാസവൻ പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, ബോർഡ് അംഗങ്ങൾ, പോലീസ് ചീഫ് ഓഫീസർ ADGP R ശ്രീജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, സന്നിധാനം. മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി നവംബർ 16 ശബരിമല നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ്. വരും ദിവസങ്ങളിലും തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അന്നദാനം, കുടിവെള്ള വിതരണം, പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയും ദേവസ്വം ബോർഡ് വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കളാഴ്ച A പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. പല ഉദ്യോഗസ്ഥരെയും A പത്മകുമാർ സ്വാധീനിച്ചുവെന്ന് N വാസു മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി A പത്മകുമാർ ഇടപാടിലെ നിർണായക വിവരങ്ങൾക്കായി ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രനെയും അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവരടക്കമുള്ളവരെയും SIT ചോദ്യം ചെയ്തേക്കും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്നും നിർണായക രേഖകൾ ഇതിനോടകം തന്നെ കണ്ടെടുത്തിരുന്നു. ഈ രേഖകളടക്കം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ. നടൻ ജയറാം ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇടതുമുന്നണി അയ്യപ്പനൊപ്പമെന്ന് മന്ത്രി V ശിവൻകുട്ടി. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും അറസ്റ്റിലായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം CPMൽ ദാരിദ്ര്യമുണ്ടാകാതിരിക്കാൻ സ്വർണം കട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പ്രതികരിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K ജയകുമാറിനെ നിയമിച്ചത് അടവ് നയമാണെന്നും ജോർജ് കുര്യൻ ഇന്ന് ആരോപിച്ചു. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. ശബരിമലയിൽ കണ്ടത് വലിയ കള്ളക്കടത്തെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒപ്പം ശബരിമലയിൽ കള്ളന്മാരെ താക്കോലേൽപ്പിച്ച സ്ഥിതിയായെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കാം. ആയിരുന്നു CPM ആരെയും പിന്തുണയ്ക്കുന്നുണ്ട് പോകുന്നില്ലല്ലോ. ഗവൺമെൻറ് വളരെ തുറന്ന മനസ്സോടുകൂടി ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനങ്ങളാകെ തന്നെ, അയ്യപ്പ ഭക്തന്മാരാകെ തന്നെ അവർ അത് എടുത്ത നടപടിയായി അഭിനന്ദിക്കുകയാണ്. അറസ്റ്റിലായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനായി മാറില്ലല്ലോ. പറയുന്നത് പക്ഷേ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏതൊക്കെ രീതി നോക്കിയാൽ അയ്യപ്പൻ പിടിക്കുകയല്ല, അത് അപ്പം തന്നെ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അയ്യപ്പൻ വിടില്ല ആരെയും. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ ശബരിമലയിലെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചതിന്റെ പേരിൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ പേരിഞ്ഞ് വരാനുണ്ട് അതിന്റെ പുറകെ. സ്വർണ്ണല്ല, സ്വർണത്തെക്കാൾ എത്രയോ മൂല്യമുള്ള പുണ്യവസ്തു അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. അതും ഉത്തരവാദിത്തപ്പെട്ടവര്. ആരൊക്കെയാണ് കൊടുക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ടവര്, മുകളിലിരിക്കുന്നവര്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ മത്സര രംഗത്ത് 98,451 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികളും കാസർഗോഡ് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും എതിരില്ലാതെ ജയിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ 2261 നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുണ്ട്. കൂടുതൽ തള്ളിയത് തിരുവനന്തപുരം ജില്ലയിലാണ്.
സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 527 നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. കോട്ടയത്ത് 401 നോമിനേഷനുകളും തള്ളി. ആകെ 98,451 സ്ഥാനാർത്ഥികളുടെ 1,40,995 നോമിനേഷനുകളാണ് അംഗീകരിച്ചത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ UDFന് വലിയ തിരിച്ചടിയാണ്. കൽപ്പറ്റ നഗരസഭയിൽ UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന KG രവീന്ദ്രന്റെ പത്രിക തള്ളി. പിഴയടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥിയായ പ്രഭാകരന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ പത്രികയും തള്ളി. ഇവിടെ UDFന് ഡമ്മി സ്ഥാനാർത്ഥി പോലുമില്ല. LC പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് തള്ളാൻ കാരണം. കോട്ടയം പാമ്പാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും തള്ളി. രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത്. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്ക് നൽകാത്തതിനെ തുടർന്നാണ് തള്ളിയത്. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികളും കാസർഗോഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും ജയിച്ചു. 12ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ഷിഗിനയ്ക്കെതിരായ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരും പത്രിക നൽകിയിരുന്നില്ല. പാലക്കാട് തൃക്കാക്കര നഗരസഭകളിലായി 3 LDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ ട്രാൻസ് വിമൻ അമേയ പ്രസാദിന്റെയും വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ അരുണിമ ഗ്രൂപ്പിന്റെയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചിത്രം വ്യക്തമായതോടെ ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമാണ്. അതിന്റെ തിരക്കിലാണ് നാടും നഗരവും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വിമതർ ഭീഷണിയാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ 4 സ്ഥാനാർത്ഥികൾക്കാണ് വിമതർ തലവേദനയാകുന്നത്. ഉള്ളൂർ, ചെമ്പടന്തി, വാഴോട്ടുകോണം, കാച്ചാണി വാർഡുകളിലാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് CPMന്റെ പ്രാദേശിക നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, മത്സരരംഗത്ത് വിമതർ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഈ രീതിയിലാണ് വിമതശല്യത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണമെങ്കിലും പലയിടത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയാണ് ഇക്കൂട്ടർ. വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് 4 വാർഡുകളിലാണ് വിമതരുള്ളത്. ചെമ്പഴന്തി വാർഡിൽ CPMന്റെ LC അംഗമായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP RSS ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നാണ് ആനി അശോകൻ വിമതയായി മത്സരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് വാർഡായ ഉള്ളൂരിലാണ് മറ്റൊരു വിമത ഭീഷണി പാർട്ടി നേരിടുന്നത്. ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫായ K ശ്രീകണ്ഠൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. K ശ്രീകണ്ഠനും കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് രംഗത്ത് വന്നത്. മറ്റൊരു ഭീഷണി CPM നേരിടുന്നത് കാച്ചാണി വാർഡിലാണ്. ഇതുവരെ LDF മാത്രം വിജയിച്ചിട്ടുള്ള CPMന്റെ ശക്തി കേന്ദ്രമായ കാച്ചാണിയിൽ മുൻ പഞ്ചായത്ത് അംഗം നെട്ടയം സതീഷ് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എന്നാൽ CPMന് കടുത്ത ഭീഷണി നേരിടുന്ന വാർഡാണ് വാഴോട്ടുകോണം. ഇവിടെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV മോഹനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റു 3 വിമത സ്ഥാനാർത്ഥികളെയും പാർട്ടി പുറത്താക്കിയെങ്കിലും വാഴോട്ടുകോണത്ത് മത്സരിക്കുന്ന KV മോഹനെതിരെ ഇതുവരെയും CPM നടപടിയെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റില്ലെന്നും വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷോൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് വിമർശനം. മുഖത്തു നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്ത് വില കൊടുത്തും അവനെ അവസാനിപ്പിക്കുമെന്നും ദുൽകിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്ത് പക്വതയാണ് കാണിച്ചത്. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് തുടരുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം ഇന്ന് രേഖപ്പെടുത്തി. BLOമാർക്ക് പരിശീലനക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ അനുശോചിച്ചായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചത്. BLOമാർ അനുഭവിക്കുന്നത് കടുത്ത സമ്മർദ്ദമാണെന്ന് UDFും LDFും ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ
SIR നടപടികൾ മാറ്റിവെക്കണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് CPM പ്രതിനിധി M. വിജയകുമാർ യോഗത്തിൽ പറഞ്ഞു. ഇത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ബോയ്ക്കോട്ടല്ല, ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അത് കോടതിയിലാണ്, സുപ്രീം കോടതിയിലാണ്. അതിനേക്കാൾ വലിയ കോടതിയില്ല. സുപ്രീം കോടതിയാണ് ഇത് വിധി കൽപ്പിക്കേണ്ടത്. വിധി കൽപ്പിച്ചാൽ നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി, അല്ലേ, മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. എന്നാൽ SIR പ്രക്രിയയിൽ സഹായിക്കാൻ കുടുംബശ്രീയിലെ പ്രവർത്തകരെ കൂടി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല തീവ്ര പുനഃപരിശോധനയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് നമുക്ക് ഏകദേശം എനുമറേഷൻ ഫോംസ് 99.5% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോം പൂരിപ്പിക്കുമ്പോൾ ഭാഷാ ന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ ഇല്ലാതാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാരോടും ആ മേഖലയിലെ ഭാഷ അറിയുന്നവരുടെ സഹായം തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാർക്കായി നോർക്കയുമായി യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നോർക്ക വഴി മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 99.5 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഇതുവരെ 26 ലക്ഷത്തിലധികം ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തു. എന്നാൽ 1,20,000 വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല. ഇത് കൃത്യമായ കണക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകും. അർഹതപ്പെട്ട വോട്ടർമാരും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാൻ താഴെത്തട്ടിൽ BLOമാരുടെ യോഗം ചേരുമെന്നും രത്തൻ ഖേൽക്കർ നേരത്തെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത്. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI പാർട്ടികളാണ് SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. മയക്കുമരുന്ന് ഭീകരബന്ധത്തിന്റെ വേരറക്കാൻ ഇനി ഒറ്റക്കെട്ട് ഒരുമിച്ച് പൊരുതണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ. ദൗത്യത്തിനായി പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചു. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സാഹചര്യത്തിൽ ലോകം വികസന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാനും സമഗ്രവും സുസ്ഥിരവുമായ വളർച്ച പിന്തുടരാനും ശരിയായ സമയമാണിതെന്ന് മോദി പറഞ്ഞു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആരോഗ്യരംഗത്തുമുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി G20ക്ക് കീഴിൽ ഒരു ആഗോള വിജ്ഞാന കേന്ദ്രം രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. അറിവുകൾ സംരക്ഷിക്കാനും ആഗോള ആരോഗ്യത്തിന് സംഭാവന നൽകാനും ഇത്തരം ഡേറ്റാബേസ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ചുറപ്പിച്ച പ്രധാനമന്ത്രി ആഗോള അഭിവൃദ്ധിക്ക് ഭൂഖണ്ഡത്തിന്റെ പുരോഗതി അനിവാര്യമാണെന്നും വ്യക്തമാക്കി. G20 ദക്ഷിണാഫ്രിക്ക സ്കിൽസ് മൾട്ടിപ്ലെയർ ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ ആഫ്രിക്കൻ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു നൈപുണ്യ പദ്ധതിയും മോദി പ്രഖ്യാപിച്ചു. ഫെന്റിനൈൽ പോലുള്ള മാരകമായ മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മയക്കുമരുന്ന് ഭീകരബന്ധത്തെ നേരിടുന്നതിനു വേണ്ടി G20 സംരംഭത്തിനും ആഹ്വാനം ചെയ്തു. മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനും നിയമവിരുദ്ധമായ പണമൊഴുക്ക് തടയുന്നതിനും ഭീകര സംഘടനകൾക്കുള്ള ധനസഹായത്തിന്റെ സ്രോതസ്സുകളെ ദുർബലപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് മോദി ജോഹന്നാസ്ബർഗിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ മയക്കുമരുന്ന് ശൃംഖലയും ഭീകരവാദവും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അത് വേരോടെ അറുത്തു മാറ്റാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉച്ചകോടിയിലെ തീരുമാനം. ഒപ്പം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള സംയുക്ത സംവിധാനം വേണമെന്നും മോദി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. PV അൻവറിന് കുരുക്കുമുറുകുന്നു. കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അൻവറിന്റെ ആസ്തി 4 വർഷം കൊണ്ട് 14 കോടിയിൽ നിന്നും 64 കോടിയായതായും ED വ്യക്തമാക്കുന്നു. PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇന്നലെ നടന്ന റെയ്ഡിനെക്കുറിച്ചുള്ള വാർത്താക്കുറിപ്പിലാണ് EDയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അൻവറിനെ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമെന്നും സൂചനയുണ്ട്.
PV അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട 10 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. 14 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഒട്ടേറെ രേഖകൾ കണ്ടെടുത്തു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പേപ്പർ രേഖകളും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ 22 കോടിയിലേറെ രൂപ അൻവർ വായ്പയെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ദുരൂഹമാണ്. മാത്രമല്ല 4 വർഷം കൊണ്ട് PV അൻവറിന്റെ ആസ്തിയിൽ വൻ വർധനവുണ്ടായതായും അന്വേഷണ സംഘം കണ്ടെത്തി. 14 കോടിയിൽ നിന്ന് 4 വർഷം കൊണ്ട് ആസ്തി 64 കോടിയായി വളർന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പകൾ വകമാറ്റിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR ഡെവലപ്പേഴ്സിന്റെയും ഡ്രൈവർ സിയാദിന്റെ ഉടമസ്ഥതയിലുള്ള മാലാങ്കുളം നിർമ്മാണ കമ്പനിയുടെയും പേരിലാണ് KFCയിൽ നിന്നും കോടികൾ വായ്പ എടുത്തത്. ഒരേ ഈട് നൽകിയായിരുന്നു 2 വായ്പകൾ തരപ്പെടുത്തിയത്. ഡ്രൈവറുടെ പേരിലുള്ള കമ്പനി തന്റെയാണെന്ന് PV അൻവർ സമ്മതിച്ചിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ടാണ് ED പരിശോധന നടത്തിയതെന്ന് PV അൻവറും വ്യക്തമാക്കി. കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. കണ്ടെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി PV അൻവറിനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. അൻവറിന്റെ വീട്ടിലടക്കം 6 ഇടങ്ങളിൽ വിജിലൻസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് EDയും എത്തിയത്. 2015 മുതൽ 2020 വരെ മറ്റു വരുമാനമില്ലെന്ന് അൻവർ തന്നെ വെളിപ്പെടുത്തിയതിന് വിരുദ്ധമായാണ് EDയുടെ ഈ കണ്ടെത്തൽ. KFC ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയാണ് വായ്പയെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി PV അൻവറിനെ അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നതാണ് വസ്തുത. നൈജീരിയയിൽ ക്രിസ്ത്യൻ സ്കൂളിൽ അതിക്രമിച്ചു കയറിയ സായുധ സംഘം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യൻ സ്കൂളിലെ 300-ലധികം കുട്ടികളെയും അധ്യാപകരെയുമാണ് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയത്. നൈജീരിയയിലെ വടക്കൻ മധ്യ സംസ്ഥാനത്ത് ഇന്നലെയായിരുന്നു സംഭവം. പുലർച്ചെ ഒരു കൂട്ടം സായുധ കൊള്ളക്കാർ സ്വകാര്യ കാത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും അധ്യാപകരെയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സർക്കാരും സുരക്ഷാ ഏജൻസികളെന്നും അധികൃതർ അറിയിച്ചു. സെന്റ് മേരീസ് സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തെ നൈജർ സംസ്ഥാന സർക്കാർ അപലപിച്ചു. ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാം സ്വാലിന്റെ മൃതദേഹം സുലൂരിലെത്തിച്ചു. നാളെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും മുൻപ് UAE ഉദ്യോഗസ്ഥരും സൈനിക ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും അന്തിമോപചാരം അർപ്പിച്ചു. UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ, ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം ദുബായ് എയർ ഷോയിൽ തേജസ് വിമാനം തകർന്നതിനെക്കുറിച്ച് വ്യോമസേന നിയോഗിച്ച അന്വേഷണ സംഘം വിശദ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ദുബായ് വ്യോമയാന അതോറിറ്റിയുമായി സംഘം ബന്ധപ്പെട്ടു. തേജസ് തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പൈലറ്റിന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു. തദ്ദേശീയ തേജസ് MK-1 യുദ്ധവിമാനം അപകടത്തിൽപ്പെടുന്നത് ഇത് രണ്ടാമതാണ്. ജമ്മു കശ്മീർ റജോരിയിലുണ്ടായ അപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശിയായ ജവാന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. ഒതുക്കങ്ങൾ സ്വദേശി സുബേദാർ സജീഷാണ് കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിൽ മരിച്ചത്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയായിരുന്നു അപകടം. 27 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സജീഷ്. നാളെ പൊതുദർശനം നടക്കും.
കായിക വാർത്തയിലേക്കാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ദക്ഷിണാഫ്രിക്ക ഭേദപ്പെട്ട സ്കോറിലേക്ക് 5 വിക്കറ്റുകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായത്. കുൽദീപ് യാദവാണ് 3 വിക്കറ്റുകൾ നേടിയത്. ഗുവാഹത്തിയിലെ ബസ്പറ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മത്സരം ജയിച്ച് പരമ്പരയിൽ സമനില പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ഇന്ത്യയെ നയിക്കുന്നത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു. 2 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. ന്യൂയോർക്കിന്റെ നിയുക്ത മേയർ സൊഹ്റാൻ മംദാനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസ. മംദാനി വളരെ നല്ലൊരു മേയർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന ട്രംപ് മംദാനി കൂടിക്കാഴ്ച ഏവരെയും അമ്പരിപ്പിച്ചു. സൗഹൃദപരമായിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സൊഹ്റാൻ മംദാനിയെ ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചത്. ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും മംദാനിയുടെ പ്രവർത്തനങ്ങൾ ചില യാഥാസ്ഥികരെ പോലും അത്ഭുതപ്പെടുത്തിയേക്കാമെന്നും ട്രംപ് പറഞ്ഞു. മംദാനിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയുന്നത് തനിക്ക് വളരെ സുഖകരമായ അനുഭവമായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു പൊതുവായ കാര്യമുണ്ട്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ നഗരം വളരെ മികച്ചതായി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. And I felt very comfortable, frankly, in seeing that and saying that. And, you know, it just turned out to be a statistical truth. But, no, I feel very comfortable. I would feel very, very comfortable being in New York, and I think much more so after the meeting. Yes, please. ന്യൂയോർക്കുകാരെ സേവിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും നഗരത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മംദാനി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനുള്ള ഫണ്ട് തടഞ്ഞുവെക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു മംദാനി. ജനുവരി 1-നാണ് സൊഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക് അമൃത TV. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പെയ്ത് ശശി തരൂർ MP. ട്രംപ് മംദാനി സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ എക്സിലെ കുറിപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുൻപോട്ട് പോകണമെന്നും രാജ്യ താൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയിലും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തന്നാലാകും വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സംയുക്ത തൊഴിലാളി സംഘടനകൾ. ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നീ ചട്ടങ്ങൾ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കിയത്. ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും തൊഴിലില്ലായ്മ കാരണം പൊറുതിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ താൽപര്യമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും പ്രസ്താവനയിൽ വിമർശനമുണ്ട്. സംയുക്ത തൊഴിലാളി യൂണിയനിൽ INTUC, CITU, AITUC ഉൾപ്പെടെ 10 സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് പുതിയ 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കിയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റം തുടങ്ങിയത്. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് കോഡുകൾ. എന്നാൽ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചാണ് ചട്ടങ്ങൾ നടപ്പിലാക്കിയത്. പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 5 വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും. വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും, ആവർത്തിച്ചാൽ തടവും ശിക്ഷ. വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത്. കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവും വ്യവസ്ഥയുണ്ട്. ഇതിനെയാണ് സംഘടനകൾ എതിർക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ട്രേഡ് യൂണിയനുകളുമായി ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ എല്ലാ പ്രതിഷേധങ്ങളെ അവഗണിച്ചും വെല്ലുവിളിച്ചുമാണ് 2025 നവംബർ 21 കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിലൂടെ 4 ലേബർ കോഡുകളും നടപ്പിലാക്കിയതായി ഉത്തരവ് ഇറക്കുന്നത്. നടപ്പിലാക്കിയ ലേബർ കോഡുകളുടെ വിശദാംശങ്ങൾ പഠിച്ചതിനു ശേഷം കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് രൂപം കൊടുക്കേണ്ടി വരുമെന്ന് സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് CITU വ്യക്തമാക്കുന്നു. 29 തൊഴിൽ നിയമങ്ങൾ മാറ്റം വരുത്തിയാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡ് നടപ്പിലാക്കുന്നത്. തൊഴിലാളികളെയും ട്രേഡ് യൂണിയനുകളെയും പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും
ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെ എല്ലാ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധിക്കണം. ഈ വരുന്ന 26-ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.